മോണോ സ്പീക്കേഴ്സ് മാറ്റി നിർത്തിയാൽ ഐക്യു Z10 അണ്ടർ 20,000 സെഗ്മെന്റിൽ ഒരു നല്ല ഓപ്ഷനാണ്. ബട്ട് ദർ ഇസ് എ ക്യാച്ച്. അണ്ടർ 25,000 കാറ്റഗറിയിൽ പ്രൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫോണിനെ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസ് വേരിയൻറ്റിനെ ബാങ്ക് ഡിസ്കൗണ്ട്സ് ഉപയോഗിച്ച് ബോർഡർ ലൈൻ പ്രൈസായ 19,999 കൊണ്ടുവന്നാൽ അതിനെ അണ്ടർ 20,000 കാറ്റഗറിയിലെ ഫോണായിട്ട് തന്നെ റിവ്യൂ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഡിസ്കൗണ്ട് ഇല്ലാതെ വാങ്ങുന്നവരും ഇതിൻ്റെ 256 GB വേരിയൻറ്റ് വാങ്ങുന്നവരും 22-23,000 രൂപ ഇതിനായി ചിലവഴിക്കേണ്ടി വരും. എൻ്റെ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇതൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണോ? ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ 5 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഡിസ്പ്ലേ ഫുൾ HD+ റെസൊല്യൂഷനാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 1.5K ആണ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സ്പീക്കേഴ്സ്. ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ഫോണിലടക്കം നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ആ സമയത്താണ് ഇവർ മോണോ സ്പീക്കർ തരുന്നത്. മൂന്നാമത്തതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോളിസി. 20,000 എന്ന മാർക്ക് കടന്നു കഴിഞ്ഞാൽ നിർബന്ധമായും ആ കമ്പനി 3+4 ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് നമുക്ക് പ്രോമിസ് ചെയ്യണം. നാലാമത്തതാണ് അൾട്രാ വൈഡ് ക്യാമറ. അത് ഈ ഫോണിൽ ഇല്ല. അഞ്ചാമത്തത് UFS 2.2 സ്റ്റോറേജ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അഗെയിൻ 3.1 ആണ്. ഈ കുറവുകളെല്ലാം തന്നെ നമുക്ക് അത്ര എളുപ്പത്തിൽ കണ്ണടക്കാൻ പറ്റുന്നവയല്ല. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വിവോ T4X അല്ലെങ്കിൽ ഐക്യൂടെ തന്നെ Z10X നോക്കിയാലോ ഇതിൻ്റെ തൊട്ട് മേലെയുള്ള ഐക്യു നിയോ 10R നോക്കിയാലോ മനസ്സിലാകും ഇവരുടെ ബേസ് വേരിയൻറ്റും ഹയർ വേരിയൻറ്റും ബാങ്ക് ഡിസ്കൗണ്ട്സ് ഇല്ലാതെ തന്നെ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഫിറ്റ് ആകുന്നുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ആ പ്രൈസിനെ ഇവർ ജസ്റ്റിഫൈ ചെയ്യുന്നുമുണ്ട്. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ അധികം ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് ഐക്യുവിന് അത്യാവശ്യമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തേണ്ടി വന്നത്. ഫോർ എക്സാമ്പിൾ 7300 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയും 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും തരുന്നതിന് പകരം 6500 mAh ലിഥിയം ബാറ്ററി തന്നാൽ മതിയായിരുന്നു വിത്ത് 80 വാട്ട് ഫാസ്റ്റ് ചാർജർ. എന്നിട്ട് ബാക്കി പൈസക്ക് UFS 3.1 സ്റ്റോറേജും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാമായിരുന്നു. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ HD+ ക്വാഡ് കർവ് ഡിസ്പ്ലേ തരുന്നതിന് പകരം ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ വിത്ത് 1.5K റെസൊല്യൂഷൻസ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ആൻഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ സർക്യുലർ ക്യാമറ മൊഡ്യൂളിന് പകരം സിമ്പിൾ ആയിട്ടുള്ള വെർട്ടിക്കൽ ഡിസൈനോട് കൂടിയുള്ള ക്യാമറ സെറ്റപ്പ്. എന്നിട്ട് ആ മാക്രോ ക്യാമറ എടുത്ത് മാറ്റി അൾട്രാ വൈഡ് ക്യാമറ അവർക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നടന്നില്ല. ആൻഡ് ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആകാൻ പോവുകയാണ്. ഈ മാസം തന്നെ അണ്ടർ 20,000 സെഗ്മെൻറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 ഫോണുകളുടെ ലോഞ്ച് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. ആദ്യത്താണ് CMF Phone 2 Pro. ആൻഡ് ഇത്തവണ അവർ ബോക്സിൽ ചാർജറും കൊടുക്കുന്നുണ്ട്. രണ്ടാമതാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 50S. മൂന്നാമതാണ് ഓപ്പോയുടെ K13. ഇത് ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിലും 7000 mAh ബാറ്ററി നമുക്ക് കാണാൻ സാധിക്കും. UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. ആൻഡ് ഇത്തവണ അവർ അഗ്രസീവായിട്ട് അണ്ടർ 20K ഇത് പ്രൈസ് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ വിവരം.